അതിനുശേഷം അവിടെ നിൽക്കുന്ന നമുക്ക് വേണമെങ്കിൽ ലെവൽ 3 പഠിക്കാം. ചില കമ്പനികൾ പഠിപ്പിക്കും. ഓക്കെ. 6 മാസത്തെ കോഴ്സ് പഠിപ്പിക്കും. ഓക്കെ. ചിലർ പഠിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പൈസ മുടക്കി പഠിക്കാം. പൈസ മുടക്കി പഠിച്ചു കഴിഞ്ഞാൽ ലെവൽ 3 പഠിച്ചു കഴിഞ്ഞാൽ സീനിയർ ആവാം. ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാം. NHS ട്രസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാം. ബാൻഡ് 3 ആയിട്ടൊക്കെ നോക്കാം. ബാൻഡ് 2, ബാൻഡ് 3 വിസ കൊടുക്കുന്നുണ്ട് ചിലതൊക്കെ. അങ്ങനെ മാറിയിട്ടുള്ളവരുണ്ട്. അങ്ങനെ മാറാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ പിന്നെ NHS കയറി പറയേണ്ട കാര്യമില്ല. അറിയില്ല, പഠിക്കാം, വീണ്ടും പഠിക്കാം. അങ്ങനെ നല്ല രീതിയിൽ വളരാൻ പറ്റും. നല്ല പോസിബിൾ, നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ടോളർ ഷിഫ്റ്റ് ആണ്, അതേ ഉള്ളൊരു പ്രശ്നം വരുന്നത്. പിന്നെ നിലവിൽ ഇപ്പോൾ ഈ ഒരു ഇത് പ്രകാരം UK ആൾക്കാരെ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഐഡിയ അവർ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഷബാനയല്ലായിരുന്നു സംസാരിച്ചത്. ഷബാന സംസാരിച്ചിടത്തോളം യൂറോപ്പിൽ നാളെ കൊണ്ടുവരുന്ന പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല യൂറോപ്യൻസ് ഇതിന് റെഡിയാവും. ഒരിക്കലും ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള നിയമം വന്ന സമയം തൊട്ട് തന്നെ ഡള്ളായി, ഈ മേഖല ഡള്ളായി. പക്ഷെ ഇപ്പൊ പുതിയ PM പറയുന്നത് സോഷ്യൽ കെയർ മേഖലയെ പുനരുദ്ധരിപ്പിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കുന്നൊക്കെയാണ്. അവരൊന്നും ചെയ്യേണ്ടെന്നേ. ഈ പറയുന്ന പോലെ ഈ കണ്ണി കാണുന്നവരെല്ലാം കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തണം. ഇത് ഗവൺമെന്റ് അണ്ടറിൽ വിസ ആക്കാൻ മതി, പ്രശ്നം തീരും. ഹോമുകൾക്ക് ഇപ്പൊ ഷോർട്ടേജ് ഉണ്ട്. ഹോമുകൾ ഇവർക്ക് കൊടുക്കുന്നു, ഗവൺമെന്റ് കൊടുക്കുന്നു. അങ്ങനെ വല്ല ആയിരിക്കണം. ഇത് ഏജൻസികൾ വരുമ്പോഴില്ലേ കുറെ ഇല്ലാത്ത കമ്പനികൾ 10-20 ലക്ഷം രൂപ അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളിപ്പോൾ കുറയും.